അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 113. ഹാളിലേക്ക് കയറിയതും അരുന്ധതി അംബികയും വായും തുറന്ന് ചുറ്റും നോക്കാൻ തുടങ്ങി. അത്രയും വലിയ വീടായിരുന്നു അഗ്നിയുടേത്. അവർ ചുറ്റും കണ്ണുകൾ വിടർത്തി നോക്കി. സൗപർണികയുടെയും വാ പൊളിഞ്ഞിരുന്നു. അവളും ഇത്രയും വലിയ വീടായിരിക്കും അഗ്നിയുടേതെന്ന് കരുതിയിരുന്നില്ല. പുറമേന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് വലിപ്പമുണ്ട് അകത്തുനിന്ന് ആ വീട് കാണുമ്പോൾ എന്ന് സൗപർണിക ഓർത്തു. ഹാളിൽ തൂക്കിയിരിക്കുന്ന അഗ്നിയുടെയും ജ്വാലയുടെയും ഭംഗിയുള്ളൊരു വിവാഹ ഫോട്ടോയിലേക്ക് അവൾ അസൂയയോടെ നോക്കി. ഈ വീട്ടിലെ മരുമകളായി വരാൻ ഭാഗ്യം ചെയ്യണമെന്ന് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി അസൂയയോടെ ആലോചിച്ചു. അവരുടെ വായും പൊളിച്ചുള്ള നോട്ടം കണ്ട് ചിത്ര അവരെ നെറ്റിച്ചൊളിച്ചു നോക്കി. എന്താ നിൽക്കുന്നേ, എല്ലാവരും ഇരിക്കെ. അവരുടെ നോട്ടം കണ്ട് ദേഷ്യം തോന്നിയെങ്കിലും ചിത്ര അത് മുഖത്ത് കാണിക്കാതെ ചിരിയോടെ ഇരുവരോടും പറഞ്ഞു. അത് കേട്ട് അംബിക അരുന്ധതിയും ചിത്രയെ നോക്കി. ആ, ഇതാ ഇരിക്കാൻ പോവായിരുന്നു. അംബിക ഒരു ചിരിയോടെ പറഞ്ഞു. അതെ അതെ. അരുന്ധതിയും ചിരിച്ചുകൊണ്ട് ഹാളിലെ സോഫയിൽ വന്നിരുന്നു. ജ്വാല പൊന്നുവിനോട് ഓരോന്ന് സംസാരിക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്ക് അഗ്നിയും അകത്തേക്ക് കയറിയിരുന്നു. അവൻ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ ജ്വാല ഇരിക്കുന്നിടത്തായി വന്നിരുന്നു. ജ്വാല അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പൊന്നുവിനോട് സംസാരം തുടർന്നു. എല്ലാരും സംസാരിച്ചിരിക്കട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചിത്തിര പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അംബിക അരുന്ധതിയും തലയാട്ടിക്കൊണ്ട് ജ്വാലയൊന്ന് നോക്കി. അവരൊട്ടും ശ്രദ്ധിക്കുന്നേ ഇല്ല ജ്വാല. അംബിക അരുന്ധതിയും ജ്വാലയെ നോക്കുന്നത് കണ്ട് അഗ്നിയുടെ നോട്ടവും അവളിലേക്ക് പോയി. പൊന്നുവിനോട് ചിരിയോടെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് ജ്വാല. സൗബിയെ ഇടയ്ക്ക് നോക്കി വെറുതെ പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ ജ്വാല ചിരിക്കുന്ന കാണുമ്പോൾ അവളെ പുച്ഛത്തോടെ നോക്കുകയാണ് ചെയ്യുന്നത്. അരുന്ധതി അംബികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തോ കണ്ണുകൊണ്ട് കാണിച്ച ശേഷം പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ വേണ്ടി അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അഗ്നി സോഫയിൽ ഒന്നുകൂടി നിവർന്നിരുന്നു. അവർ ജ്വാലയുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് അഗ്നിക്ക് ചിരി പൊട്ടിയെങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ തന്നെ ഇരുന്നു. എന്റെ കുഞ്ഞിനെ സംസാരിച്ചു മയക്കാനുള്ള വരവാ രണ്ടെണ്ണോ, എന്തിനു വേണ്ടിയാണാവോ? ആ, എന്തായാലും നടക്കട്ടെ. അവൻ പുച്ഛത്തോടെ മനസ്സിലോർത്തു. തന്റെ മുന്നിൽ വന്ന് ചിരിയോടെ തന്നെ നോക്കുന്ന ഇരുവരെയും കണ്ട് ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അത് കണ്ട് അംബിക പുഞ്ചിരിച്ചു. മോളെ ജ്വാലെ, അരുന്ധതി അവളെ സ്നേഹത്തോടെ വിളിച്ചു. ജ്വാല ഞെട്ടലോടെ മുഖമുയർത്തി അവരെ നോക്കി. അവരവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ജ്വാല എന്നെ തന്നെയാണ് വിളിച്ചതെന്ന പോലെ അവൾക്ക് നേരെ തന്നെ വിരല് ചൂണ്ടി. അതേ, മോളെ തന്നെയാ. നോക്കേട്ടത്തി, എന്റെ കുട്ടി വല്ലാതെ ക്ഷീണിച്ചു പോയില്ലേ? അതും പറഞ്ഞ് അംബിക പെട്ടെന്ന് ജ്വാലയെ സോഫയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതെ, മോൾ ആകെ ക്ഷീണിച്ചുപോയി. അരുന്ധതിയും പറഞ്ഞു. അതാ, എന്താ മോളെ, മോൾക്ക് കഴിക്കാനൊന്നും കിട്ടുന്നില്ല ഇവിടെ? നമ്മുടെ തറവാട്ടിലായിരുന്നപ്പോ എങ്ങനെ ഇരുന്ന കുട്ടിയാ? അംബിക ഇല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞു. ജ്വാലയ്ക്ക് അവരുടെ സംസാരം കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവള് ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചുപോയി. പിന്നെ നിങ്ങൾക്കൊന്നെന്താ കണ്ണ് കണ്ടൂടെ? ജ്വാല തടിച്ചിരിക്കുക. അത് അവളെ മുന്നേ അറിയാവുന്ന ആർക്ക് കണ്ടാലും മനസ്സിലാവും. അമ്മയുടെ കണ്ണ് പൊട്ടിയെന്നാ തോന്നുന്നേ. അവര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പൊന്നു പുച്ഛത്തോടെ അംബികയോട് പറഞ്ഞു. അംബികയുടെ അരുന്ധതിയുടെയും മുഖം വിളറി വെളുത്തുപോയി. അഗ്നി അവരെ ഭാവഭേദമില്ലാതെ നോക്കിയിരുന്നു. അവരുടെ സംസാരം കേട്ട് അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതെ അമ്മായി, അതെ വല്യമ്മ, ഞാൻ തടിച്ചിരിക്കുക. എല്ലാരും പറഞ്ഞൂലോ ഞാൻ തടിച്ചിട്ടുണ്ടെന്ന്. ജ്വാലയും പറഞ്ഞു. ആണോ? എന്നാ ഞങ്ങൾക്ക് തോന്നിയതാവും മോളെ. കുറെ ആയില്ലേ ഞങ്ങളുടെ കുട്ടിയെ കണ്ടിട്ട്. അംബികയിലെ അരുന്ധതിയിലും സ്നേഹം വഴിഞ്ഞൊഴുകുകയാണ്. എന്തിനാണ് ഈ സ്നേഹപ്രകടനമെന്ന് മാത്രം ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ജ്വാലയുടെ വാക്കുകൾക്ക് ആ വീട്ടിൽ വിലയുണ്ടെന്ന് മനസ്സിലാക്കിയ അംബിക അരുന്ധതിയും അവളെ സ്നേഹം കാണിച്ച് മയക്കി അവരുടെ മക്കളെ അപ്പുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അതായത് അംബികയുടെ മനസ്സിൽ അഗ്നിക്കും ജ്വാലയ്ക്കും പൊന്നൂന് ഒരുപോലെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ജ്വാല പറഞ്ഞ അപ്പു പൊന്നൂനെ വിവാഹം കഴിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതിലൂടെ ഈ വലിയ വീട്ടിലെ മരുമകളായി തന്റെ മകള് വരുമെന്ന സന്തോഷം. അതുകൊണ്ട് തന്നെ ജ്വാലയെ സ്നേഹം കാട്ടി മയക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഇതേ ഉദ്ദേശം തന്നെയാണ് അരുന്ധതിക്കും ഉള്ളത്. അത് ഇരുവർക്കും പരസ്പരം അറിയാവുന്ന കാര്യമാണെങ്കിലും അംബിക അരുന്ധതിയും അത് പരസ്പരം തുറന്ന് സംസാരിച്ചിട്ടില്ല. വാശിയാണ് ഇരുവരുടെ ഉള്ളിൽ. തന്റെ മകള് തന്നെ അപ്പൂനെ സ്വന്തമാക്കുമെന്ന വാശി, അതിനായി എന്തും ചെയ്യുമെന്ന വാശി. അംബിക ജ്വാലയെ നോക്കി ഗൂഢമായി പുഞ്ചിരിച്ചു. എന്നാ മോള് തടിച്ചിരിക്കന്നെ ആവും. എന്തോ ഒരു വ്യത്യാസം ഉണ്ട്, മുഖമൊക്കെ നിറമൊക്കെ കൂടിയിട്ടുണ്ട്. അംബിക അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ജ്വാല വെറുതെ ചിരിക്കാൻ ശ്രമിച്ചതേയുള്ളൂ. അവരെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സ്നേഹപ്രകടനം കാണിക്കുന്നതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും അറിയുന്നില്ല. തറവാട്ടിലുള്ളപ്പോൾ പോലും അവരിങ്ങനെ സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് ജ്വാല വല്ലായ്മയോട് ഓർത്തു. ഇവിടെ നല്ല സന്തോഷാണല്ലേ മോൾക്ക്? അരുന്ധതിയാണ് അത് ചോദിച്ചത്. അവൾക്കിവിടെ സന്തോഷത്തിന് കുറവൊന്നുമില്ല വല്യമ്മ. അവരുടെ സംസാരം കുറെ നേരമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അഗ്നി പെട്ടെന്ന് തന്നെ കടുത്ത സ്വരത്തിൽ പറഞ്ഞു.
അരുന്ധതി അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. അല്ല മോനെ, ഞാൻ ഉദ്ദേശിച്ചത്. അവരെന്തോ പറയാൻ ശ്രമിച്ചു. കൂടുതലൊന്നും പറയണമെന്നില്ല. പിന്നെ നിങ്ങളെന്റെ കുഞ്ഞിനെ തറവാട്ടിൽ വെച്ച് നോക്കിയ രീതിയൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കുകയും വേണ്ട. അത് നിങ്ങൾക്കാർക്കും നല്ലതിനാവില്ല. അഗ്നി ശബ്ദമുയർത്തി. അരുന്ധതിയുടെ വാ അടഞ്ഞുപോയി. അംബികയും ഒന്നും മിണ്ടിയില്ല. അത് കണ്ട് പൊന്നു പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും ചിത്ര അവർക്കുള്ള ചായയും പലഹാരങ്ങളുമായി ഡൈനിങ് ടേബിളിന് അരികിലേക്ക് വന്നിരുന്നു. വരൂ, ഇനി ചായ കുടിച്ചിട്ടാവാ ബാക്കിയുള്ള സംസാരമൊക്കെ. ചിത്തിര അവരെ ചായ കുടിക്കാൻ ക്ഷണിച്ചു. അഗ്നിയുടെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിരുന്ന അരുന്ധതി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വലിഞ്ഞു. മോനെ, അമ്മായി അങ്ങോട്ട് ചെല്ലട്ടേട്ടോ. ചെല്ല് ചെല്ല്. അംബിക പറഞ്ഞതും അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. അവര് പെട്ടെന്ന് ചിത്രയുടെ അടുത്തേക്ക് പോയി. സൗപർണികെ, നീയും പോയി ചായ കുടിച്ചോളൂ. ചുമരിൽ തൂക്കിയിരിക്കുന്ന അഗ്നി അപ്പു ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ട് അതിലേക്ക് നോക്കിയിരിക്കുന്ന സൗബിയോട് അഗ്നി പറഞ്ഞു. അവളുടെ മുഖം വിടർന്നു പോയി. അവനോട് എങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്ന ഓർത്തിരിക്കുകയായിരുന്നു സൗപർണിക. ശരി അഗ്നിയേട്ടാ, അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അഗ്നി പൊന്നൂനെയും ജ്വാലയും നോക്കി. രണ്ടും പിന്നെയും സംസാരത്തിൽ തന്നെയാണ്. എന്റെ മഹാദേവ, വന്ന സമയം തൊട്ട് തുടങ്ങിയതാണല്ലോ ഇവറ്റോട് രണ്ടും ഈ ചെവിതീറ്റ. അഗ്നി ചുണ്ടുകൂർപ്പിച്ച് അവരെ നോക്കി. പൊന്നു, ഇനി നിന്നോട് പ്രത്യേകം പറയണോ? പോയി ചായ കുടിക്കു പെണ്ണേ. അമ്മ നല്ല ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? ദേ ഇപ്പൊ പോവാ അഗ്നിയേട്ടാ. അതും പറഞ്ഞ് പൊന്നു വീണ്ടും ജ്വാലയോട് സംസാരിക്കാൻ തുടങ്ങി. കോളേജിലെ വിശേഷങ്ങളാണ് ഈ പറയുന്നത്. ദേ പെണ്ണുങ്ങളെ, രണ്ടെണ്ണോ വാങ്ങൂട്ട് എൻ്റെ കയ്യിൽ നിന്ന്. വന്ന നേരം തൊട്ട് തുടങ്ങിയ സംസാരാണല്ലോ. ഇനി കുറച്ചു നേരം വായിക്കൊരു റെസ്റ്റ് കൊടുക്ക്. എന്നിട്ട് പോയി ചായ കുടിക്ക്. അഗ്നിയുടെ സ്വരം കടുത്തു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും അവന്റെ മുഖം വീർത്തത് ജ്വാലയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷെ അതെന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഓ, പോയേക്കാം സാർ, പൊന്നു കുറുമ്പോടെ അവനോട് പറഞ്ഞു. അടി. അഗ്നി അവളെ കളിയോടെ തല്ലാനായി കയ്യോങ്ങി. അയ്യോ. അവള് ചിരിയോടെ പെട്ടെന്ന് പുറകിലേക്ക് മാറി. അഗ്നിക്കും ചിരി വന്നു പോയി. വാ ജ്വാല, നമുക്ക് പോവാ. പൊന്നു ജ്വാലയുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ കയ്യിൽ കയറി പിടിച്ചു. അവള് നിന്നുപോയി. അത് കണ്ട് സംശയത്തോടെ പൊന്നുവും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പൊന്നു, നീ പൊക്കോ, കുഞ്ഞിനിപ്പോ വരും. അഗ്നി പറഞ്ഞതും പൊന്നുവിന്റെ ചുണ്ടിൽ കള്ളച്ചിരി മിന്നി. ശരി ശരി, ഞാൻ പോയേക്കാം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൾ അവന്റെ മടിയിലേക്ക് ഇട്ടു. അവൾ അഗ്നിയെ മിഴിച്ചു നോക്കിക്കൊണ്ട് തലയുയർത്തി ചുറ്റുമൊന്ന് നോക്കി. ഇല്ല, ആരും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവൾ ആശ്വാസത്തോടെ മനസ്സിൽ പറഞ്ഞു. ചെക്കന്റെ കുറുമ്പ് അതിര് കടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പെണ്ണിന് അവൻ എപ്പോൾ എന്താണ് ചെയ്യാന്ന് ഒരു ഊഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അടുത്ത് പിടിച്ചിരുത്തിയ അപ്പൊ തുടങ്ങും അവൾക്ക് വെപ്രാളം. ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. മുഖം വീർപ്പിച്ച് തന്നെ നോക്കുന്നവനെ കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. എന്താ ദേവേട്ടാ? അവള് ചോദിച്ചു. പോ, നീ എന്നോട് മിണ്ടണ്ട. പൊന്നൂനെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ട. എത്ര നേരായി ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു, എന്നിട്ടും എന്നോട് മിണ്ടിയില്ലല്ലോ. അവൻ മുഖം വീർപ്പിച്ചു. ജ്വാല കൗതുകത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അത് ഞാനല്ലേ ചോദിക്കേണ്ടേ? എന്തെന്നെ ദേവേട്ടന് പറ്റിയേ? പൊന്നൂന് ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴല്ലേ ദേവേട്ട നേരിട്ട് കാണുന്നേ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നേ. അതെന്റെ ദേവേട്ടന് സങ്കടായോ? അവൾ ആർദ്രമായി ചോദിച്ചുകൊണ്ട് അവന്റെ കവിളിൽ തലോടി. ഇല്ല, പക്ഷെ ഇടയ്ക്ക് എന്നോടുകൂടി മിണ്ട്. അടുത്തുണ്ടായിട്ടും നീ എന്നോട് മിണ്ടാതിരിക്കുമ്പോ ആകെ ശ്വാസം മുട്ടും എനിക്ക്. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. ആണോ? അവള് കുറുമ്പോടെ ചോദിച്ചു. അവൻ മൂളി. സോറി ട്ടോ. അവൾ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവന്റെ മുഖം വിടർന്നു പോയി. ഇവിടെ. അവൻ ഇപ്പുറത്തെ കവിളും അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു. അവൾ അവിടെ ചുണ്ടമർത്തി. എന്നാ ഇവിടെ കൂടി തരുമോ? എന്നാ എന്റെ സങ്കടം മുഴുവനും പോവും. അവൻ അവന്റെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ജ്വാല ചിരിയോടെ അവന്റെ ചുണ്ടിലും ഒന്ന് ചുംബിച്ചു മാറി. അഗ്നി ചിരിച്ചു. ഇപ്പൊ സങ്കടം മാറിയോ? ഇല്ലടി പൂച്ചക്കുട്ടി, ഒരു ചെറിയ സങ്കടം കൂടിയുണ്ട്. അവനിൽ കള്ളച്ചിരി. ആണോ? അപ്പോ അത് മാറാൻ ഞാൻ എന്താ തരേണ്ടേ? അവള് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അത് നീ തരണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അതും പറഞ്ഞ് ജ്വാലയ്ക്കൊന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ അഗ്നി അവളുടെ പിൻതലയിൽ പിടിച്ച് അവളുടെ മുഖം താഴ്ത്തി ആ വിടർന്ന ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ചുംബിച്ചു തുടങ്ങിയിരുന്നു. ജ്വാല ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അഗ്നി അവളുടെ ചുണ്ടുകളുടെ രുചി അറിഞ്ഞു തുടങ്ങി. അതേ സമയം തന്നെയാണ് അംബിക ഹാളിലേക്ക് വന്നത്. ഇതെന്താ ഇവിടെ പല്ലിശല്യുണ്ടോ? ഒരു ശബ്ദം. അവർ സംശയത്തോടെ ചുറ്റും നോക്കി. എന്നാൽ ആ കണ്ണുകൾ സോഫയിലിരുന്ന് പരസ്പരം ചുണ്ടുകൾ കോർത്ത് ചുംബിക്കുന്ന അഗ്നിയും ജ്വാലയും കണ്ട് മിഴിഞ്ഞുപോയി. അവർ വാപ്പൊളിച്ച് നിന്നുപോയി. പെട്ടെന്ന് അവർ ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് തന്നെ പോയി. അപ്പോഴും ഇതൊന്നും അറിയാതെ ജ്വാലയെ ചുംബിക്കുകയായിരുന്നു അഗ്നി.
ആ ചുംബന ചൂടിൽ ജ്വാലയും ലയിച്ചു പോയിരുന്നു. ചായ കുടി കഴിഞ്ഞതും അംബിക അരുന്ധതിയും വീടെല്ലാം ചുറ്റി കാണാൻ തുടങ്ങി. അഗ്നിക്ക് വയ്യാത്തതുകൊണ്ട് അവനെ കാണാനാണ് വന്നതെന്ന് വാക്കാല് പറഞ്ഞെങ്കിലും ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം. വീട് കണ്ടതും ഇരുവരും എന്തായാലും തങ്ങളുടെ മകളെ അപ്പുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് മനസ്സിൽ പൂർണ്ണമായും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അംബിക പിന്നീട് ജ്വാലയെ വല്ലാതെ നോക്കാൻ പോയില്ല. അവളെ നോക്കുമ്പോൾ അല്പനേരം മുൻപ് കണ്ട നിമിഷമാണ് അവർക്ക് ഓർമ്മ വന്നത്. വൃത്തികെട്ടവള്. അവർ പിറുപിറുത്തു. വീടും പരിസരവും കഴിഞ്ഞ് ചിത്രയുടെ റൂമിൽ വരെ കയറി നോക്കി അംബികയായിരുന്നതി. അഗ്നിക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ചിത്രയൊന്ന് നോക്കി. അവരൊന്നും പറയണ്ട എന്ന പോലെ അവനെ നോക്കി തലയാട്ടി. അഗ്നി ദേഷ്യത്തോടെ കൈ ചുരുട്ടി കാലിൽ അടിച്ചുകൊണ്ടിരുന്നു, ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന പോലെ. അല്ല, ജ്വാലയുടെ റൂം എവിടെയാ? അരുന്ധതി ചോദിച്ചു. മുകളിൽ അരുന്ധതി. ചിത്ര പറഞ്ഞു. ആണോ, എന്നാ വാ അംബികെ, നമുക്ക് അവിടെ കൂടി നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ അരുന്ധതി അംബികയുടെ കൈയും പിടിച്ച് സ്റ്റെയർ കയറി. മുകളിലെ ഭംഗി നോക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എൻ്റെ കുഞ്ഞിന്റെ റൂമിലേക്ക് കയറിയുള്ള ഭംഗി നോക്കലൊന്നും വേണ്ട, എനിക്കതിഷ്ടല്ല. സ്റ്റെയർ കയറുന്നവരെ നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു. അംബിക അരുന്ധതിയും അവനെ തിരിഞ്ഞു നോക്കി. ഇല്ല മോനെ, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ വെറുതെ ഇവിടെയെല്ലാം കാണാന്ന് കരുതിയിട്ടാ. അംബിക അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു. ഞങ്ങളുടെ റൂമിൽ കാണാനും വേണ്ടി ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് കയറിയുള്ള നോട്ടമൊന്നും വേണ്ട. അഗ്നി തീർത്തു പറഞ്ഞു. മുഖത്ത് അടി കിട്ടിയതുപോലെ നിന്നുപോയി ഇരുവരും. വിളറി വെളുത്ത മുഖവുമായി അവർ ചിത്രയെ നോക്കിയപ്പോൾ അവരിതൊന്നും കേട്ടിട്ടേ ഇല്ല എന്ന പോലെ നഖത്തിന്റെ ഭംഗി നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അരുന്ധതി അംബികയെ ദേഷ്യത്തോടെ അഗ്നിയെ നോക്കി. പക്ഷെ അവന്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അവരൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, ഇവിടുത്തെ മകനും അച്ഛനൊക്കെ എപ്പോഴാ വരിക? അംബിക സിറ്റുവേഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി പുഞ്ചിരിയോടെ ചിത്രയോട് ചോദിച്ചു. അവരൊരു 7 മണിയൊക്കെ ആവുമ്പോഴേക്ക് എത്തുമായിരിക്കും. കണ്ണന് വയ്യാത്തോണ്ട് നേരത്തെ വരാന്ന് അപ്പു ജ്വാലയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. ചിത്ര പറഞ്ഞു. ആണല്ലേ, മോനെ കൂടി കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. അരുന്ധതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ഒപ്പം തന്നെ അംബികയും. തുടരും.